സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവി മഹാത്മ്യ പഠനം, ദേവി കവചം 14ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന്. മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യ ശത്രുണാം ഭയവർദ്ധിനി. മഹാബലേ, ദേവി അതീവ ബലശാലിയാണെന്ന് പറയുന്നു ആ അമ്മ. ആ ശക്തി എന്ന് പറയുന്നത് മായാവൈഭവം തന്നെയാണ് അമ്മയുടെ, അല്ലെ? ഇനി മഹോത്സാഹേ, ആ വളരെ ഉത്സാഹഭരിതയും, മഹാഭയവിനാശിനി, ഭക്തന്റെ ഭയത്തെ നശിപ്പിക്കുന്നവളെന്ന്. ഭക്തനെ ഏറ്റവും അധികം ഭയക്കുന്നത് എന്തിനെയായിരിക്കും? മരണത്തെ, അല്ലേ? അപ്പൊ മൃത്യുരൂപത്തിൽ വരുന്നതും ആ അമ്മ തന്നെ എന്ന് തിരിച്ചറിയുന്നിടത്ത് ഭക്തന്റെ മനസ്സിലെ ആ ഭയത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നു. അങ്ങനെ മൃത്യുരൂപത്തിൽ വന്ന് ഭക്തജനങ്ങളുടെ ഭയത്തെ നശിപ്പിക്കുന്നവളും ദുഷ്പ്രേക്ഷയെ എന്നാണ് ദേവിയെ പറയുന്നത്. ദർശിക്കാൻ വിഷമമുള്ളവളും ശത്രുണാം ഭയവർദ്ധിനി, ശത്രുക്കൾക്ക് ഭയമുളവാക്കുന്നവള്. ശത്രു എന്ന് വെച്ചാൽ നമ്മുടെ ശത്രു നമ്മുടെ പുറത്തല്ല ഇരിക്കുന്നത്, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രു, അല്ലെ? അപ്പോ മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവായും മിത്രമായും വർത്തിക്കുന്നത്. അപ്പോ മനസ്സിനെ നമ്മുടെ ശത്രു ആക്കുന്ന വിധത്തിലുള്ള കാമം, ക്രോധം, ലോഭം തുടങ്ങിയ, ദമ്പം തുടങ്ങിയ വികാരങ്ങൾ, അതാണ് നമ്മുടെ ശത്രുക്കള്. ആ ശത്രുക്കൾക്ക് ഭയമുളവാക്കുന്നവളാണ് ദേവി എന്ന്. ആ ശത്രുക്കൾ പോലും ഭയക്കുന്നത്, ആ ചിന്തകൾ പോലും ആ അമ്മയെയാണ് ഭയക്കുന്നത്. അങ്ങനെയുള്ള ഹേ ദേവി, എന്നെ രക്ഷിച്ചാലും, ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 15, 16, 17 ശ്ലോകങ്ങൾ. ഇവ ആ ഒരു ഭക്തൻ ഏത് ദിക്കിലേക്കാണോ പോകുന്നത് ആ ദിക്കുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യമായ ആ അമ്മ എന്നെ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പറയുന്നത്. പ്രാച്യാം രക്ഷതു മാം ഐന്ദ്രി ആഗ്നേയാം അഗ്നിദേവത ദക്ഷിണേ രക്ഷതു വാരാഹി നൈഋത്യാം ഖഡ്ഗധാരിണി. പ്രതീച്യാം വാരുണി രക്ഷേത് വായവ്യാം മൃഗവാഹിനി ഉദീച്യാം പാതു കൗബേരി ഐശാന്യാം ശൂലധാരിണി. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത് അധസ്താത് വൈഷ്ണവീ തഥാ ഏവം ദശദിശോ രക്ഷേത് ചാമുണ്ഡാ ശവവാഹന. മാം എന്നെ, ഐന്ദ്രി ദേവി, പ്രാച്യാം കിഴക്കുദിക്കിൽ രക്ഷതു രക്ഷിക്കട്ടെ. അപ്പൊ ആ ഭക്തന്റെ പ്രാർത്ഥനയാണ്, ഞാൻ കിഴക്ക് ദിക്കിലേക്കാണ് പോകുന്നതെങ്കിൽ കിഴക്ക് ദിക്കിന്റെ ചൈതന്യമായിരിക്കുന്ന ആ അമ്മ, ആ ദേവി എന്നെ രക്ഷിക്കട്ടെ, ഐന്ദ്രി ദേവി എന്നെ രക്ഷിക്കട്ടെ. ആഗ്നേയാം അഗ്നിദേവത, അഗ്നികോണിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അഗ്നിദേവത എന്നെ രക്ഷിക്കട്ടെ. ദക്ഷിണേ രക്ഷതു വാരാഹി, വാരാഹി ദേവി തെക്കുഭാഗത്ത് രക്ഷതു എന്നെ രക്ഷിക്കട്ടെ. നൈഋത്യാം ഖഡ്ഗധാരിണി, ഖഡ്ഗധാരിണിയായ ദേവി നൈഋത്യാം തെക്കു പടിഞ്ഞാറ് ദിക്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന്. പ്രതീച്യാം വാരുണി രക്ഷേത്, വാരുണി എന്ന ദേവി പ്രതീച്യാം പടിഞ്ഞാറ് ദിക്കിൽ രക്ഷേത് എന്നെ രക്ഷിക്കട്ടെ. വായവ്യാം മൃഗവാഹിനി, മൃഗവാഹിനിയായ ദേവി എന്ന് വെച്ചാൽ വായുദേവത, വായുവിന്റെ ദേവി, വായവ്യാം അതായത് വായു കോണിൽ എന്നെ രക്ഷിക്കട്ടെ. ഇനി ഉദീജ്യാം പാതു കൗബേരി, അതായത് ഉദീജ്യാം വടക്കു ദിക്കിൽ, പാതു രക്ഷിക്കട്ടെ, കൗബേരി കുബേരശക്തിയായിരിക്കുന്ന ദേവി വടക്ക് ദിക്കിൽ എന്നെ രക്ഷിക്കട്ടെ. ഐശാന്യാം ശൂലധാരിണി, ശൂലധാരിണിയായ ആ ദേവി ഐശാന്യാം ഈശാന കോണിൽ എന്നെ സംരക്ഷിക്കട്ടെ. ഊർധ്വം ബ്രഹ്മാണി മേ രക്ഷേത്, മേ എന്നെ, ഊർധ്വം മുകൾ ഭാഗത്ത്,
ബ്രഹ്മാണി ദേവി എന്നെ രക്ഷിക്കട്ടെ. അധസ്താത് വൈഷ്ണവി തഥാ എന്ന് വെച്ചാൽ അതുപോലെ, അധസ്താത് എന്ന് വെച്ചാൽ അധോ ഭാഗത്ത്, താഴെയുള്ള ഭാഗത്ത് വൈഷ്ണവി ദേവി എന്നെ രക്ഷിക്കട്ടെ. ഏവം ഇപ്രകാരം ദശദിശഃ 10 ദിക്കുകളിലും ശവവാഹനാ ചാമുണ്ട, ശവവാഹനയായ ആ ചാമുണ്ടാദേവി രക്ഷേത് എന്നെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നാം ഇവിടെ കണ്ടത്. അപ്പോ കിഴക്കുദിക്കിൽ ഐന്ദ്രീ ദേവിയും അഗ്നികോണിൽ അഗ്നിദേവതയും, തെക്ക് ദിക്കിൽ വാരാഹി ദേവിയും, തെക്കു പടിഞ്ഞാറ് ദിക്കിൽ ഗഡ്ഗധാരിണിയായ ദേവിയും, പടിഞ്ഞാറ് ദിക്കിൽ വാരുണി ദേവിയും, വായുകോണിൽ വായുദേവതയും, വടക്ക് ദിക്കിൽ കുബേരശക്തിയും, ഈശാനകോണിൽ ശൂലധാരിണിയും എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ മുകൾ ഭാഗത്ത്, മേൽഭാഗത്ത് ബ്രഹ്മാണി ദേവിയും അധോ ഭാഗത്ത് വൈഷ്ണവി ദേവിയും എന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ശവവാഹനയായ ചാമുണ്ഡി ദേവി ഇപ്രകാരം 10 ദിക്കുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കട്ടെ. ശ്ലോകം 18. ജയാ മേ ച അഗ്രദഃ പാതു, വിജയാ പാതു പൃഷ്ഠതഃ, അജിതാ വാമപാർശ്വേത്തു, ദക്ഷിണേ ച അപരാജിത. ജയാ ശക്തി, ജയാദേവി, മേ എന്റെ, അഗ്രദഃ മുൻപിലും, ജയാദേവി എന്റെ മുന്നിൽ നിന്നും എന്നെ സംരക്ഷിക്കട്ടെ. വിജയാദേവി പൃഷ്ഠതഃ എന്റെ പുറകിൽ നിന്ന്, പാതു എന്നെ സംരക്ഷിക്കട്ടെ. അജിതാദേവി വാമപാർശ്വേ ഇടതുഭാഗത്ത് നിന്ന് എന്നെ സംരക്ഷിക്കട്ടെ. അതുപോലെ അപരാജിതാദേവി ദക്ഷിണേ വലതുഭാഗത്തും എന്നെ രക്ഷിക്കട്ടെ. 19-ാമത്തെ ശ്ലോകം. ശിഖാം ഉദ്യോതിനി രക്ഷേത്, ഉമാ മൂർധിനി വ്യവസ്ഥിത, മാലാധരി ലലാടേച്ച, ഭ്രുവൗ രക്ഷേത് യശസ്വിനി. ഉദ്യോതിനി ദേവി ശിഖാം, ശിഖ എന്ന് വെച്ചാൽ കുടുമ അല്ലെങ്കിൽ മുടിക്കെട്ട്, എൻ്റെ ഉദ്യോതിനി ദേവി എൻ്റെ മുടിക്കെട്ടിൽ ഇരുന്ന് രക്ഷേത് എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ ഉമാദേവി മൂർധിനി വ്യവസ്ഥിത, എൻ്റെ മൂർധിനി എൻ്റെ ശിരസിനെ വ്യവസ്ഥിത രക്ഷിക്കട്ടെ. മാലാധരി ലലാടേച്ച, മാലാധരി ദേവി ലലാടേ എൻ്റെ നെറ്റിത്തടത്തെ രക്ഷിക്കട്ടെ. ഭ്രുവൗ എൻ്റെ പുരികങ്ങളെ യശസ്വിനി ദേവി രക്ഷിക്കട്ടെ എന്ന്. അതായത് ആദ്യം ആ ഭക്തന്റെ പ്രാർത്ഥന, ഞാൻ ഏത് ദിക്കിലേക്ക് പോയാലും 10 ദിക്കിൽ നിന്നും ആ ദിക്കുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ദേവീ ശക്തി എന്നെ സംരക്ഷിക്കട്ടെ. അതിനുശേഷം എൻ്റെ മുൻപിലും പുറകിലും ഇടത്തും വലത്തും നിന്ന് ആ ദേവി എന്നെ സംരക്ഷിക്കട്ടെ. അതിനുശേഷം എൻ്റെ മുടിക്കെട്ടിൽ, ശിരസിൽ, എൻ്റെ നെറ്റിത്തടത്തിൽ പുരികക്കൊടികളിലെയൊക്കെ നിയന്ത്രിക്കുന്ന, അതിനെയൊക്കെ ചലിപ്പിക്കുന്ന ആ ശക്തിയായിരിക്കുന്ന ദേവി എന്നെ സംരക്ഷിക്കട്ടെ. ശ്ലോകം 20. ത്രിനേത്രാ ച ഭ്രുവോഃ മധ്യേ, യമഖണ്ഡാ ച നാസികേ, ശംഖിനി ചക്ഷുഷോഃ മധ്യേ, ശ്രോത്രയോഃ ദ്വാരവാസിനി. ത്രിനേത്ര 3 കണ്ണുകളുള്ള ആ ദേവി, ഭ്രുവോർ മധ്യേ പുരികക്കൊടികളുടെ മധ്യഭാഗത്തെ രക്ഷിക്കട്ടെ. യമഖണ്ഡ ആ യമഖണ്ഡാദേവി നാസികാദണ്ഡത്തെയും മൂക്കിന്റെ അഗ്രഭാഗത്തെയും സംരക്ഷിക്കട്ടെ. ശംഖിനി ദേവി ചക്ഷുഷോഹോ അതായത് കണ്ണുകളുടെ മധ്യഭാഗത്തെയും രക്ഷിക്കട്ടെ. ശ്രോത്രയോഹോ ചെവികളെ ദ്വാരവാസിനിയായ ദേവി രക്ഷിക്കട്ടെ. അപ്പോൾ പുരികക്കൊടികളുടെ മധ്യഭാഗത്തെ 3 കണ്ണുകളുള്ള ദേവതയും, യമകണ്ഠാദേവി നാസികാദണ്ഡത്തെയും, ശംഖിനി ദേവി കണ്ണുകളുടെ മധ്യഭാഗത്തെയും, ദ്വാരവാസിനി ദേവി ചെവികളെയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 21. കപോലൗ കാളികാ രക്ഷേത്, കർണമൂലേത്തു ശങ്കരി, നാസികായാം സുഗന്ധാച്ച, ഉത്തരോഷ്ടേച്ച ചർച്ചിക.
കപോലൗ. കവിൾത്തടങ്ങളെ കാളിക രക്ഷേത്, കാളികാദേവി രക്ഷിക്കട്ടെ. കർണമൂലെ ചെവികളുടെ മൂലഭാഗത്തെ തു ശങ്കരി, ശങ്കരീദേവി രക്ഷിക്കട്ടെ. നാസികായാം നാസികാദ്വാരത്തെ സുഗന്ധാച, സുഗന്ധാദേവി രക്ഷിക്കട്ടെ. ഉത്തരോഷ്ടേ അതായത് മേൽചുണ്ടിന്റെ ഭാഗം ചർച്ചിക, ചർച്ചികാദേവിയും സംരക്ഷിക്കട്ടെ. കവിൾത്തടത്തെ കാളികാദേവിയും ചെവികളുടെ മൂലഭാഗത്തെ ശങ്കരിയും നാസികാദ്വാരത്തെ സുഗന്ധ എന്ന ദേവിയും മേൽചുണ്ടിനെ ചർച്ചികാദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 22. അധരേ ച അമൃതകല ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേ തു ചണ്ഡിക. അധരേ കീഴ്ചുണ്ടിനെ അമൃതകലാദേവി സംരക്ഷിക്കട്ടെ. ജിഹ്വായാം നാക്കിനെ തു സരസ്വതി, സരസ്വതി ദേവി സംരക്ഷിക്കട്ടെ. ദന്താൻ പല്ലുകളെ കൗമാരി രക്ഷതു, കൗമാരി ദേവി സംരക്ഷിക്കട്ടെ. കണ്ഠമധ്യേ കഴുത്തിന്റെ മധ്യഭാഗത്തെ തു ചണ്ഡിക, ചണ്ഡികാദേവിയും രക്ഷിക്കട്ടെ. കീഴ്ചുണ്ടിനെ അമൃതകലയും നാക്കിനെ സരസ്വതി ദേവിയും പല്ലുകളെ കൗമാരിയും കഴുത്തിന്റെ മധ്യഭാഗത്തെ ചണ്ഡികാദേവിയും രക്ഷിക്കട്ടെ. ശ്ലോകം 23. ഖണ്ഡികാം ചിത്രഖണ്ഡാച്ച മഹാമായാച്ച താലുകേ കാമാക്ഷി ചിബുകം രക്ഷേത് വാജമ്മേ സർവമംഗള. ഖണ്ഡികാം ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണ് കണ്ഠമണി. ആ കണ്ഠമണിയെ ചിത്രകണ്ഠാദേവി സംരക്ഷിക്കട്ടെ. താലുകെ, താലുകം എന്നാൽ ഉൾനാക്ക്, ഉൾനാക്കിനെ മഹാമായാച്ച, മഹാമായാദേവി സംരക്ഷിക്കട്ടെ. ചിബുകം, ചിമ്പുകം എന്നാൽ താടി, താടിയെ കാമാക്ഷി ദേവി സംരക്ഷിക്കട്ടെ, രക്ഷേത്. വാചം എൻ്റെ വാക്കുകളെ സർവമംഗള, സർവമംഗളാദേവി സംരക്ഷിക്കട്ടെ. അപ്പോൾ കണ്ഠമണിയെ ചിത്രഖണ്ഡാദേവിയും ഉൾനാക്കിനെ മഹാമായാദേവിയും താടിയെ കാമാക്ഷി ദേവിയും മേവാചം എൻ്റെ വാക്കുകളെ സർവമംഗള എന്ന ദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 24. ഗ്രീവായാം ഭദ്രകാളീച്ച പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവ ബഹിക്കണ്ഠേ നളികാം നളകൂപരി. ഗ്രീവായാം കഴുത്തിനെ, എൻ്റെ കഴുത്തിനെ ഭദ്രകാളീച്ച, ഭദ്രകാളി ദേവി സംരക്ഷിക്കട്ടെ. പൃഷ്ഠവംശേ നട്ടെല്ലിനെ, കഴുത്തിന്റെ പിൻവശം മുതലുള്ള നട്ടെല്ലിന്റെ ഭാഗം, ആ നട്ടെല്ലിനെ ധനുർധരി ദേവി സംരക്ഷിക്കട്ടെ. ബഹികണ്ഠേ കണ്ഠത്തിന്റെ ബഹിർഭാഗം നീലഗ്രീവ, നീലഗ്രീവ ദേവി സംരക്ഷിക്കട്ടെ. നളികാം കണ്ഠനാളത്തെ നളകൂപരി ദേവിയും രക്ഷിക്കട്ടെ. കഴുത്തിനെ ഭദ്രകാളിയും നട്ടെല്ലിനെ ധനുർധരി ദേവിയും കണ്ഠബഹിർഭാഗത്തെ നീലഗ്രീവ എന്ന ദേവിയും കണ്ഠനാളത്തെ നളകൂപരി ദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 25. ഖഡ്ഗധാരിണി ഉഭൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണി ഹസ്തയോഹോ ദണ്ഡിനി രക്ഷേത് അംബിക ച അങ്കുലീഷു ച. ഖഡ്ഗധാരിണി ഉഭൗ സ്കന്ധൗ, ഉഭൗ രണ്ട്, സ്കന്ധൗ തോളുകൾ, ഈ എൻ്റെ രണ്ട് തോളുകളെ ഖഡ്ഗധാരിണി ദേവി സംരക്ഷിക്കട്ടെ. ബാഹു അതായത് കൈമുട്ടുകളെ, കൈമുട്ടുകൾ മുതൽ മേൽപോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണി, വജ്രധാരിണി ദേവി സംരക്ഷിക്കട്ടെ. ഹസ്തയോഹോ അതായത് കൈകളെ, കൈമുട്ട് മുതൽ താഴോട്ട് വിരൽ വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനി ദേവി സംരക്ഷിക്കട്ടെ. ഇനി അങ്കുലീഷുച വിരലുകളെ അംബികാദേവി സംരക്ഷിക്കട്ടെ, രക്ഷേതെന്നാൽ സംരക്ഷിക്കട്ടെ. അപ്പോൾ രണ്ട് തോളുകളെ ഖഡ്ഗധാരിണിയും കൈമുട്ട് മുതൽ മേൽപോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണി ദേവിയും കൈമുട്ട് മുതൽ വിരൽ വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനി ദേവിയും കൈവിരലുകളെ അംബികാദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 26. നഖാൻ ശൂലേശ്വരി രക്ഷേത് കുക്ഷൗ രക്ഷേത് നളേശ്വരി സ്തനൗ രക്ഷേത് മഹാദേവി മന ശോക വിനാശിനി. നഖാൻ നഖങ്ങളെ, എൻ്റെ നഖങ്ങളെ ശൂലേശ്വരി ദേവി രക്ഷിക്കട്ടെ.
കുക്ഷൗ അതായത് വയറിനെ, ഉദരത്തെ, നളേശ്വരീ ദേവി രക്ഷേത് രക്ഷിക്കട്ടെ, സ്തനൗ സ്തനങ്ങളെ, മഹാദേവി രക്ഷേത് രക്ഷിക്കട്ടെ, മനഃ മനസ്സിനെ, ശോകവിനാശിനിയായ ദേവി രക്ഷിക്കട്ടെ എന്നും. അപ്പൊ എൻ്റെ നഖങ്ങളെ ശൂലേശ്വരിയും, ഉദരത്തെ നളേശ്വരിയും, സ്തനങ്ങളെ മഹാലക്ഷ്മിയും, മനസ്സിനെ ശോകവിനാശിനിയായ ദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 27. ഹൃദയം ലളിതാദേവി ഹി ഉദരം ശൂലധാരിണി നാഭീം ച കാമിനി രക്ഷേത് ഗുഹ്യം ഗുഹേശ്വരി തഥാ. ഹൃദയം എൻ്റെ ഹൃദയത്തെ ലളിതാദേവി രക്ഷിക്കട്ടെ. ഉദരം ഹി ഉദരം എൻ്റെ ഉദരഭാഗത്തെ. അപ്പൊ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കുക്ഷോ അതായത് ആ വയറിനെ. ഇനി ഉദരം എന്ന് വെച്ചാൽ അതിൻ്റെ ഉൾഭാഗങ്ങളെ. ശൂലധാരിണി ദേവി സംരക്ഷിക്കട്ടെ. നാഭിയെ കാമിനി രക്ഷേത് കാമിനി ദേവി സംരക്ഷിക്കട്ടെ. ഗുഹ്യം ഗുഹ്യപ്രദേശത്തെ ഗുഹേശ്വരി ദേവി തഥാ അതുപോലെ രക്ഷിക്കട്ടെ എന്ന്. അപ്പൊ എൻ്റെ ഹൃദയത്തെ ലളിതാദേവിയും, ഉദരത്തെ ശൂലധാരിണിയും, നാഭിയെ കാമിനിയും, ഗുഹ്യപ്രദേശത്തെ ഗുഹേശ്വരി ദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 28. ഭൂതനാഥാച മേഢ്രം മേ ഗുദം മഹിഷവാഹിനി കട്യാം ഭഗവതീ രക്ഷേത് ജാനുനി വിന്ധ്യവാസിനി. ശ്ലോകം 29. ജംഗേ മഹാബല പ്രോക്ത ജാനുമധ്യേ വിനായകി ഗുൽഭയോർ നാരസിംഹീ ച പാദപൃഷ്ഠേ അമിതൗജസി. ജംഗേ കണങ്കാലുകളെ, മഹാബല പ്രോക്ത മഹാബല എന്നറിയപ്പെടുന്ന, വേദങ്ങളിലൊക്കെ മഹാബല എന്ന് പറയപ്പെടുന്ന ആ ദേവി സംരക്ഷിക്കട്ടെ കണങ്കാലുകളെ. ഇനി ജാനുമധ്യേ കാൽമുട്ടുകളുടെ മധ്യഭാഗത്തെ വിനായകി ദേവി സംരക്ഷിക്കട്ടെ. ഇനി ഗുൽഭയോഹോ ഞെരിയാണികളെ നാരസിംഹി ദേവി സംരക്ഷിക്കട്ടെ. പാദപൃഷ്ഠേ പാദത്തിന്റെ മുകൾ ഭാഗത്തെ പുറം ഭാഗത്തെ അമിതൗജസി ദേവി രക്ഷിക്കട്ടെ എന്ന്. കണങ്കാലുകളെ മഹാബലയും, കാൽമുട്ടുകളുടെ മധ്യഭാഗത്തെ വിനായകിയും, ഞെരിയാണികളെ നാരസിംഹിയും, പാദപൃഷ്ഠങ്ങളെ പാദത്തിന്റെ പുറം ഭാഗത്തെ അമിതൗജസി ദേവിയും സംരക്ഷിക്കട്ടെ. ശ്ലോകം 30. പാദാംഗുലി ശ്രീധരീ ച പാദാദഃ തലവാസിനി നഖാൻ ദംഷ്ട്രാകരാളീ ച കേശാം ച ഏവ ഊർധ്വകേശിനി. പാദാംഗുലി കാൽവിരലുകളെ, എൻ്റെ കാൽവിരലുകളെ ശ്രീധരീ ദേവി സംരക്ഷിക്കട്ടെ. പാദാദഃ പാദത്തിന്റെ അടിഭാഗത്തെ, തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പാദത്തിന്റെ മുകൾ ഭാഗത്തെ പറഞ്ഞു. പാദാദഃ പാദത്തിന്റെ അടിഭാഗത്തെ തലവാസിനി ദേവിയും സംരക്ഷിക്കട്ടെ. നഖാൻ എൻ്റെ കാൽ നഖങ്ങളെ ദംഷ്ട്രാകരാളി ദേവിയും സംരക്ഷിക്കട്ടെ. കേശാം എൻ്റെ തലമുടികളെ ഊർധ്വകേശിനി ദേവിയും സംരക്ഷിക്കട്ടെ. എൻ്റെ കാൽവിരലുകളെ ശ്രീധരീ ദേവിയും, പാദത്തിന്റെ അടിഭാഗത്തെ തലവാസിനി ദേവിയും, കാൽനഖങ്ങളെ ദംഷ്ട്രാകരാളിയും, തലമുടിയെ ഊർധ്വകേശിനി ദേവിയും സംരക്ഷിക്കട്ടെ. ശേഷം ഇനി അടുത്ത ഭാഗത്തിൽ